കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല. കുട്ടികളിൽ കാണുന്ന വാശി, ഉറക്കക്കുറവ്, വൈകല്യങ്ങൾ, ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത്. ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ. കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയാട്രീഷ്യന്റെ സേവനം ലഭ്യമാണ്. കൂടാതെ ഓർത്തോ, സ്കിൻ, ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി, ENT, ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും. ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ, അഫിലിയേറ്റ് PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ബസ് സ്റ്റാൻഡിന് സമീപം, മെയിൻ റോഡ്, ചേലക്കര. ഫോൺ 8714852375 9747252375. ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ വൻ അഴിമതി എന്ന ആരോപണവുമായി കോൺഗ്രസ് ജനപ്രതിനിധികൾ രംഗത്ത്. 50 ലക്ഷം രൂപ വകയിരുത്തി നടത്തുന്ന ഗ്രാമപഞ്ചായത്ത് ഓഫീസ് നവീകരണത്തിൽ ലക്ഷങ്ങളുടെ അഴിമതി എന്നാരോപിച്ചാണ് പ്രതിപക്ഷ അംഗങ്ങൾ രംഗത്ത് വന്നത്. ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് നിലവാരം കുറഞ്ഞ വസ്തുക്കൾ ഉപയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുന്നതെന്നും ആക്ഷേപം. സർക്കാർ ഫണ്ട് ഉപയോഗപ്പെടുത്തി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ചുവപ്പ് കളർ പെയിന്റ് അടിച്ച് CPIM പാർട്ടി ഓഫീസാക്കി മാറ്റിയെന്നും പരാതി. ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതി തുറന്നു കാട്ടുന്നതിന് വേണ്ടിയാണ് ഇന്നിവിടെ കൂടിയിട്ടുള്ളത്. പാവപ്പെട്ട ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് 50 ലക്ഷം രൂപ മുതൽ മുടക്കി ചേലക്കര പഞ്ചായത്ത് ഓഫീസ് നവീകരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 20 വർഷങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ചിരുന്ന മെറ്റീരിയൽസ് പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ന് പഞ്ചായത്ത് ഭരണസമിതി പഞ്ചായത്ത് ഓഫീസ് നവീകരണത്തിന് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ വൻ അഴിമതിയാണ് അതിൻ്റെ പിന്നിലുള്ളത്. ഈ അഴിമതി പഞ്ചായത്ത് ഭരണസമിതി യോഗങ്ങളിൽ ശക്തമായി ഞങ്ങൾ ആവശ്യപ്പെടുകയും അതുപോലെ തന്നെ ഭരണസമിതിയുടെ നിർദ്ദേശപ്രകാരം ഇന്ന് നവീകരിക്കുന്ന ഓഫീസിൽ ഒരു പാർട്ടി ഓഫീസിന് സാമാന്യമായ രീതിയിലുള്ള കളർ കൊടുത്തുകൊണ്ട് ആ കളറ് മാറ്റണമെന്ന് പലതവണ ഞങ്ങൾ ആവശ്യപ്പെട്ടു. നമുക്കറിയാം, ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് ആ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ആ നവീകരണ പ്രവർത്തനങ്ങളിൽ അതിൻ്റെതായ രീതിയിലുള്ള ഒരു പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. എന്നാൽ ഇതൊന്നും ചെവിക്കൊള്ളാൻ ഭരണസമിതിക്ക് കഴിയാതെ പോകുന്ന ഒരവസ്ഥയാണ് ഇന്ന് ചേലക്കര ഗ്രാമപഞ്ചായത്തിലുള്ളത്. കഴിഞ്ഞ പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ ഈ കളറുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് P. ഗോപാലകൃഷ്ണൻ ഈ വിഷയം അവതരിപ്പിക്കുകയും എന്നാൽ അത് ഞങ്ങൾക്ക് തെറ്റുപറ്റി, അത് ഞങ്ങൾ തിരുത്തി മുന്നോട്ട് പോകാം എന്ന് അന്ന് പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ ഭരണസമിതിയിലെ ആളുകൾ ഉറപ്പ് നൽകിയതാണ്. എന്നാൽ ഇതുവരെ അതിനൊരു മാറ്റം വരുത്തുന്നതിനാവശ്യമായ ഒരു നടപടിയും സ്വീകരിക്കാൻ ഭരണസമിതി തയ്യാറായിട്ടില്ല. നമുക്കറിയാം, നമ്മൾ സർക്കാരിന്റെ ഫണ്ടുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഒരു സർക്കാർ ഓഫീസുകളിൽ ചെയ്യേണ്ട മര്യാദകൾ ചേലക്കര ഗ്രാമപഞ്ചായത്ത് ആ മര്യാദയെല്ലാം ലംഘിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ രീതിയിലുള്ള ഒരു പ്രവർത്തനവുമായി പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ അതേ രീതിയിൽ തന്നെ അതിനെ നേരിടാനുള്ള ആർജവം പഞ്ചായത്തിലെ പ്രതിപക്ഷ അംഗങ്ങൾ എന്ന രീതിയിൽ ഞങ്ങൾക്കുണ്ട് എന്ന് ഭരണസമിതി മനസ്സിലാക്കിയാൽ നന്നായിരിക്കും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. 2010 ഭരണസമിതി ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അന്ന് പഞ്ചായത്ത് ഓഫീസ് നവീകരണം നടത്തുകയും എന്നാൽ ആ നവീകരണത്തിന്റെ ഭാഗമായി വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഓഫീസാണ് ഇന്ന് ചേലക്കരയിലുള്ളത്. എന്നാൽ അതിന് 50 ലക്ഷം രൂപ മുതൽ മുടക്കി ഈ പാവപ്പെട്ട ആളുകളുടെ നികുതി പണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെയുള്ള സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ ഫണ്ട് ഉപയോഗിച്ച് അഴിമതി നടത്തുന്നതിന് വേണ്ടിയാണ് ഇതുപോലെയുള്ള പ്രവർത്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ ശക്തമായ രീതിയിൽ ഞങ്ങൾ എതിർക്കുകയും അതുപോലെ തന്നെ ശക്തമായ രീതിയിലുള്ള സമര പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്.